ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ പ്രിൻസി കണ്ണൻ. ഇന്ന് ഇതുവരെ പുറത്തു വന്ന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാം വിശദമായി അരമണിക്കൂറിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. സ്വാഗതം. നാഗാലാൻഡ് വെടിവെപ്പിനെ ചൊല്ലി പാർലമെന്റിൽ ബഹളം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന് മല്ലികാർജുൻ ഖാർഗെ. ജനങ്ങളെ വെടിവെച്ചു കൊന്നെന്ന് അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞു. വെടിവെപ്പിൽ സുരക്ഷാ സേനയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. 21 പാരാ സ്പെഷ്യൽ ഫോഴ്സിനെതിരെയാണ് നാഗാലാൻഡ് പോലീസ് സ്വമേധയാ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. നാഗാലാൻഡ് സംഭവത്തിൽ സംസ്ഥാനത്ത് പലയിടത്തും സംഘർഷം തുടരുകയാണ്. വെടിവയ്പുണ്ടായ മോൺ ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്റർനെറ്റ് SMS സേവനങ്ങൾ നേരത്തെ റദ്ദാക്കിയിരുന്നു. സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രി നെയ്ഫു റിയോയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ഇന്ന് കോഹിമയിൽ ചേരും. സുസ്മിത ദേവ് MPയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് സംഘം ഇന്ന് സംഘർഷ മേഖല സന്ദർശിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ പിന്തുണ അറിയിക്കും. മോൺ ജില്ല ആസ്ഥാനത്തെ ആസം റൈഫിൾസ് ക്യാമ്പ് ആക്രമിക്കാനെത്തിയ ജനക്കൂട്ടത്തിന് നേരെ ശനിയാഴ്ച വൈകിട്ട് നടത്തിയ വെടിവെപ്പിൽ ഒരാൾ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ 2 ദിവസമായി നടന്ന സംഘർഷങ്ങളിൽ ഒരു സൈനികനുൾപ്പെടെ 15 പേരാണ് മരിച്ചത്. വൈപ്പിൻ നായരമ്പലത്ത് അമ്മയ്ക്കൊപ്പം പൊള്ളലേറ്റ മകൻ അതുലും മരിച്ചു. എറണാകുളം ലൂർദ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെയോടെയായിരുന്നു മരണം. അതുലിന്റെ അമ്മ സിന്ധു ഇന്നലെയാണ് മരിച്ചത്. കേസിൽ കസ്റ്റഡിയിലായ അയൽവാസി ദിലീപിന്റെ അറസ്റ്റ് കാര്യത്തിൽ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടാകും. കൃത്യത്തിൽ ദിലീപിന് നേരിട്ട് പങ്കുള്ളതായി തെളിവില്ല. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തുന്ന കാര്യത്തിലും തീരുമാനം ഉണ്ടായേക്കും. അതേസമയം ദിലീപ് മരിച്ച അതുലിനെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. ദിലീപിനെ താക്കീത് ചെയ്തതിനാണ് അതുലിന് ഭീഷണി സന്ദേശം അയച്ചത്. പോലീസിൽ പരാതി കൊടുക്കാനായിരുന്നു വെല്ലുവിളി. വീട്ടിൽ പെൺപിള്ളേരുള്ളവർക്ക് അനാവശ്യം സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്ക്. കംപ്ലൈന്റ് ഞങ്ങളുടെ കംപ്ലൈന്റ് കൊടുക്കാനായിട്ടുണ്ട്. ഇല്ലാത്ത പുറത്ത് തന്നെ ഇറങ്ങണത്. മേലാരും ഇങ്ങനത്തെ സ്വഭാവം 100 പിന്നെ കേട്ടല്ലേ ഈ പോരൊക്കെ. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സംഘം അട്ടപ്പാടി സന്ദർശനം പൂർത്തിയാക്കി. ശിശുമരണമുണ്ടായ 2 ആദിവാസി ഊരുകളിലും കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും സംഘം സന്ദർശിച്ചു. ശിശുമരണം തടയാനാകാത്തത് സംസ്ഥാനത്തിന് അപമാനമാണെന്ന് VD സതീശൻ പ്രതികരിച്ചു. ഇത് ശിശുമരണങ്ങളല്ല, ഇത് കൊലപാതകങ്ങളാണ്. വ്യവസ്ഥിതിയാണ് ഇതിന്റെ വില്ലൻ. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഇവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം ഇല്ലാതാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതില്ലാതായത് തന്നെയാണ് ഈ മരണത്തിനുള്ള കാരണം. ആദിവാസികളുടെ മറവിൽ നടത്തിയിരിക്കുന്ന കൊള്ളയാണ് 12 കോടി രൂപ. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയിലെ ചിലർ ആരോഗ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും കൈക്കൂലി അനുവദിക്കാത്തതിനാണ് തനിക്കെതിരായ നീക്കത്തിന് പിറകിലെ കാരണമെന്നും സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് ആരോപിച്ചു. HMCയിലുള്ള മെമ്പർമാർ ആശുപത്രിയുടെ നല്ലത് നടത്തിപ്പിന് സഹായിക്കാനാണ് അതിൻ്റെ ഗൈഡ് ലൈൻ. അല്ലാതെ പിന്നെ അതിൽ വർക്ക് ചെയ്യുന്ന സൂപ്രണ്ടന്മാരെയും ജീവനക്കാരെയും ഇതുപോലെ അനാവശ്യമായിട്ടുള്ള വിവാദത്തിലേക്ക് വലിച്ചടയ്ക്കുകയല്ല. HMCയുടെ ഗൈഡ് ലൈൻ തന്നെ ആശുപത്രി നന്നാക്കണം എന്നുള്ളതാണ്. ഈ സാധനങ്ങളൊക്കെ ടെൻഡർ വിളിച്ചിട്ട് പത്രത്തിൽ കൊടുത്ത് മേടിച്ച് പിന്നെ സ്റ്റോക്ക് എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ ഇവിടെ ഇല്ല എന്ന് ആ മന്ത്രിയെ കൊണ്ടുവന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇവർക്കാരാണ് അധികാരം കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന ആൾക്കാർ എന്നെ പോലുള്ള ആൾക്കാരെ വിളിച്ച് അന്വേഷിച്ചിട്ട് അതും നടന്നിട്ടില്ല. ഇതുവരെ എന്നെ ആരും വിളിച്ചിട്ടുമില്ല, അന്വേഷിച്ചിട്ടുമില്ല. ഞാനെന്തിനാ ഈ ചെയ്യാത്ത കുറ്റത്തിന് പിന്നെ കുറ്റം കേൾക്കേണ്ട കാര്യം? അട്ടപ്പാടിക്ക് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി K രാധാകൃഷ്ണനും പറഞ്ഞു. തുടർന്നും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടൽ എല്ലാ വകുപ്പുകളെയും കേന്ദ്രീകരിച്ചു. എല്ലാ വകുപ്പ് മന്ത്രിമാരും ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിൽ ചർച്ച നടത്തി, സ്റ്റേറ്റ് ലെവലിൽ തന്നെ എല്ലാ മന്ത്രിമാരെയും വെച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കൃത്യമായിട്ടൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ അവരെ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരെ കൂടി പങ്കാളികളാക്കണം. കാരണം വികസന രംഗത്ത് പാവപ്പെട്ട ആളുകൾ കൂടി പങ്കാളിത്തം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി സൂപ്രണ്ടിന്റെ കത്ത് അവഗണിച്ച് ആരോഗ്യവകുപ്പ്. മാതൃശിശു വാർഡ് പ്രവർത്തന സജ്ജമാക്കാൻ ഫണ്ട് അനുവദിക്കണമെന്ന് ഡോക്ടർ പ്രഭുദാസ് കത്തു നൽകിയത് 2 തവണ. 4ാം നിലയിലെ വാർഡിലേക്ക് ലിഫ്റ്റ് നിർമ്മിക്കാൻ ഫണ്ട് തേടിയത് കഴിഞ്ഞ മാർച്ചിൽ. അനുബന്ധ ഉപകരണങ്ങൾക്കായി കഴിഞ്ഞ സെപ്റ്റംബറിലും കത്ത് നൽകി. NHMൽ നിന്ന് ലഭിച്ച 32 ലക്ഷം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കത്ത്. മാതൃശിശു വാർഡ് സജ്ജമാക്കിയ സർക്കാർ അംഗീകൃത ഏജൻസി ARTCOയ്ക്കും പണം നൽകിയില്ല. വാർഡ് പ്രവർത്തനക്ഷമമാക്കാതെ ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്താണ്. ഡോക്ടർ പ്രഭുദാസ് സർക്കാരിന് നൽകിയ കത്തിന്റെ പകർപ്പ് 24ന് ലഭിച്ചു. വഖഫ് ബോർഡ് നിയമന വിഷയത്തിൽ ചിലർ പ്രകടിപ്പിക്കുന്നത് അനാവശ്യ ആശങ്കയെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. നിയമനം PSCക്ക് നൽകുന്നതിൽ ചർച്ചയ്ക്ക് സന്നദ്ധനാണെന്ന് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഖലീലുൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. ചർച്ചകളിലൂടെ മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ എന്ന് ഉറപ്പ് നൽകിയതാണ്. PSCക്ക് വിട്ടാൽ അർഹതയില്ലാത്തവർ കടന്നുകൂടുമെന്ന ആശങ്ക അനാവശ്യമാണെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി 24നോട് പറഞ്ഞു. അതാത് കാലങ്ങൾ ഭരിക്കുന്ന വഖഫ് ബോർഡ് അവർക്കിഷ്ടപ്പെട്ട ആളുകളെ അവരുടേതായ ആളുകളെ നിയമിക്കുക എന്നതായിരുന്നു. ഇനി അങ്ങോട്ട് ആർക്കും പക്ഷപാതിത്വമില്ലാതെ എല്ലാം വസ്തുനിഷ്ഠമായി പഠിച്ച് വസ്തുനിഷ്ഠമായി കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നതിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു വിരോധമോ വെറുപ്പോ കാണാൻ കഴിയുന്നില്ല. അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. മുഖ്യമന്ത്രി പല പ്രാവശ്യം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നു പറഞ്ഞാൽ ചർച്ച പോലും ചെയ്യാതെ പ്രതിഷേധം നടത്തുക എന്നതിൽ ഒരു കഴമ്പില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വഖഫ് ബോർഡ് നിയമന വിഷയത്തിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത് സ്വാഗതം ചെയ്ത് സമസ്ത. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് നാസർ ഫൈസി കൂടത്തായി 24നോട് പറഞ്ഞു. നിയമനം PSCക്ക് വിട്ടതിലെ പ്രതിഷേധം സർക്കാർ ഉൾക്കൊള്ളുമെന്നാണ് പ്രതീക്ഷ. മാന്യമായ തീരുമാനം ചർച്ചയിലൂടെ ഉണ്ടാകുമെന്നും നാസർ ഫൈസി കൂടത്തായി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി സമസ്ത നേതാക്കളെ തിരുവനന്തപുരത്തേക്ക് ചൊവ്വാഴ്ച ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് സ്വാഗതാർഹമാണ്. മാന്യമായ തീരുമാനം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഏതായിരുന്നാലും ചർച്ചയുടെ ശേഷം തുടർന്നുള്ള നീക്കങ്ങൾ എന്താണെന്ന് സമസ്ത നേതാക്കൾ സമൂഹത്തോട് വിശദീകരിക്കും. ചർച്ചയിൽ നല്ലൊരു തീരുമാനം PSCക്ക് വിട്ടതിൻ്റെ പ്രതിഷേധം, മാന്യമായ പ്രതിഷേധം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗവൺമെൻറ് തൃപ്തികരമായ ഒരു തീരുമാനം കൈക്കൊള്ളട്ടെ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ്. ചർച്ചയെ സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിനെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ലീഗിനെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ. പള്ളികളിൽ പ്രതിഷേധിക്കാൻ ലീഗ് ആവശ്യപ്പെട്ടത് ഇതിന്റെ ഭാഗം. RSS ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മത തീവ്രവാദം പ്രചരിപ്പിക്കുന്നു. ചില മുസ്ലിം സംഘടനകൾ ഇതിന് ബദലായി പ്രവർത്തിക്കുന്നുവെന്നും കോടിയേരി ബാലകൃഷ്ണൻ. RSS മത തീവ്രവാദം പ്രചരിപ്പിക്കുന്നു, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിക്കുന്നു. അതിന് ബദലായി മുസ്ലിം മതമൗലികവാദികൾ പള്ളികളിൽ കേന്ദ്രീകരിക്കുന്നു. മുസ്ലിം ലീഗും കഴിഞ്ഞ ദിവസം നടത്തിയ ആഹ്വാനം പള്ളികളിൽ പ്രതിഷേധം സംഘടിപ്പിക്കണമെന്ന്. ഒരു മതേതരത്വ പാർട്ടിയായിട്ട് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് അതിനെ ഇപ്പോൾ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളാണ്. CPIM പെരിങ്ങര ലോക്കൽ സെക്രട്ടറി PB സന്ദീപ് കുമാർ വധക്കേസിലെ പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഗൂഢാലോചനയെപ്പറ്റി വിവരം ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. കൃത്യത്തിന് ശേഷം ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെയും കേസിൽ പ്രതി ചേർക്കും. 5ാം പ്രതി വിഷ്ണുകുമാറിന്റേതെന്ന് സംശയിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നിരുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശബ്ദരേഖയിൽ ഉള്ളത്. കൊട്ടേഷൻ നേതാക്കളുടെ ഇടപെടലും കൃത്യമായ ആസൂത്രണവും ഉണ്ടായെന്ന് സൂചിപ്പിക്കുന്ന ശബ്ദരേഖയുടെ ആധികാരികത പോലീസ് പരിശോധിക്കുന്നുണ്ട്. തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഇടുക്കി കൊക്കയാറിലും കോട്ടയം കൂട്ടിക്കലിലും പെയ്ത മഴയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ. പുല്ലകയാർ കരകവിഞ്ഞ് തീരത്തുള്ള വീടുകളിൽ വെള്ളം കയറി. കൊക്കയാർ വില്ലേജിലെ താഴത്തങ്ങാടി ഭാഗത്ത് വൈകിട്ടുണ്ടായ ശക്തമായ മഴയിൽ ഉരുൾപൊട്ടലുണ്ടായി. 3 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കൂട്ടിക്കൽ പഞ്ചായത്തിലെ എന്തയാർ, ഇളങ്കാട് എന്നിവിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്ന പശ്ചിമ ബംഗാൾ, ബാംഗ്ലാദേശ് തീരത്തുമായി ദുർബലമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇന്ന് മധ്യ തെക്കൻ ജില്ലകളിൽ വ്യാപകമായ മഴയ്ക്കോ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കോ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മലയോര മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. എന്നാൽ
ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് ഇന്നലെ രാത്രിയും മുന്നറിയിപ്പില്ലാതെ തമിഴ്നാട് വെള്ളമൊഴുക്കി. 6000-ഓളം ഘനയടി വെള്ളം സ്പിൽവേ വഴി പുറത്തേക്കൊഴുക്കിയതോടെ പെരിയാറിൽ 6 അടിയോളം ജലനിരപ്പ് ഉയർന്നു. തമിഴ്നാടിന്റെ നടപടിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. നീരൊഴുക്കിൽ നേരിയ കുറവ് വന്നതോടെ മുല്ലപ്പെരിയാറിൽ പുലർച്ചെ തുറന്ന 9 ഷട്ടറുകളിൽ 4 എണ്ണം അടച്ചു. 5 ഷട്ടറുകൾ വഴി 2100 ഘനയടി വെള്ളമാണ് നിലവിൽ പുറത്തേക്കൊഴുക്കുന്നത്. 141.95 അടിയാണ് ഇപ്പോഴത്തെ അണക്കെട്ടിലെ ജലനിരപ്പ്. കൊച്ചിയിൽ ഫോട്ടോഷൂട്ടിനെത്തിയ മോഡലിനെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. അറസ്റ്റിലായ സലീംകുമാർ കുറ്റം സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കി. അജ്മൽ, ഷമീർ, ക്രിസ്റ്റീന എന്നിവരാണ് ഒളിവിലുള്ളത്. പെൺകുട്ടിയുടെ മൊഴി വിശദമായി പരിശോധിക്കും. കൊച്ചിയിലെ ചൂതാട്ട കേന്ദ്രത്തിൽ നടന്നത് ലക്ഷങ്ങളുടെ ഇടപാടുകളെന്ന് പോലീസ്. ചൂതാട്ടം നടത്തിയിരുന്നത് ആഴ്ചയിൽ 2 ദിവസമെന്ന് കണ്ടെത്തൽ. നടത്തിപ്പുകാരന് ഒരു കളിയിൽ നിന്ന് ലഭിച്ചത് 1.5 ലക്ഷം രൂപ. ചൂതാട്ട കേന്ദ്രത്തിലെത്തിയ ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പൂവാറിലെ ലഹരി പാർട്ടി പ്രത്യേക സംഘം അന്വേഷിക്കും. ഇതര സംസ്ഥാന ബന്ധം പരിശോധിക്കുന്നുണ്ട്. നിർവാണ ഗ്രൂപ്പാണ് പാർട്ടി സംഘടിപ്പിച്ചത്. ബംഗളൂരും, ഗോവ, മണാലി എന്നിവിടങ്ങളിലാണ് സ്ഥിരം പാർട്ടി കേന്ദ്രങ്ങൾ. തിരുവനന്തപുരത്തുള്ള മോഡലിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പൂവാറിലെ ലഹരി പാർട്ടിയുടെ ദൃശ്യങ്ങൾ അതിനിടെ 24 ലഭിച്ചു. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ദൃശ്യങ്ങൾ ശേഖരിച്ചു. മെഗാ പാർട്ടി സംഘടിപ്പിക്കാൻ ആലോചിച്ചിരുന്നുവെന്നാണ് വിവരം. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചായിരുന്നു ആളുകളെ ആകർഷിച്ചിരുന്നത്. മോഫിയ പർവീൺ ആത്മഹത്യാ കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഭർത്താവ് സുഹൈൽ, മാതാപിതാക്കൾ തുടങ്ങിയവരാണ് പ്രതികൾ. ദേവികുളം മുൻ MLA S. രാജേന്ദ്രനെതിരെ MM മണി. പാർട്ടിക്കാരുടെ ലക്ഷ്യം സ്ഥാനമാനങ്ങളാവരുത്. 2ഉം 3ഉം തവണ MLA ആയിട്ടും സ്ഥാനത്തിന് ശ്രമിച്ചതാണ് രാജേന്ദ്രന് പറ്റിയത്. ചിലർ സ്ഥാനത്തെത്തുമ്പോൾ ഭൂമി ഇളക്കിമറിക്കും എന്നൊക്കെ തോന്നും. എല്ലാവരും പാർട്ടിക്ക് വിധേയരാണെന്നും MM മണി പറഞ്ഞു. അടിമാലി ഏരിയ സമ്മേളനത്തിലായിരുന്നു MM മണിയുടെ വിമർശനം. നമ്മുടെ ലക്ഷ്യം പഞ്ചായത്ത് മെമ്പറാകലോ, അതെ, പഞ്ചായത്ത് പ്രസിഡന്റ് ആകലോ, MLA MP ആകലോ ഒന്നുമല്ല. അതപ്പോഴും 3 പ്രാവശ്യം 2ഉം 3ഉം പ്രാവശ്യം MLA ആയാൽ പിന്നെയും മിണമിണെന്നാ നിൽക്കുന്ന പലരും. അത് തന്നെ നമ്മൾ രാജേന്ദ്രന് സംഭവിച്ചത് അത് തന്നെയാ. ഇപ്പൊ കമ്മീഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങളോട് പറയുന്ന കേസ് തന്നെയാ. അത് തന്നെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുക. മ്യാൻമാറിലെ വിമോചന നേതാവ് ഓങ് സാൻ സ്യൂചിക്ക് 4 വർഷം തടവ് ശിക്ഷ. പട്ടാള ഭരണകൂടത്തിനെതിരായ പ്രവർത്തനങ്ങൾക്കും കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിനുമാണ് ശിക്ഷയെന്ന റിപ്പോർട്ട്. സ്യൂചിക്കെതിരെ 11 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ദേശീയ പ്രകൃതി ദുരന്ത നിയമപ്രകാരം 2 വർഷവും സെക്ഷൻ 505B പ്രകാരം 2 വർഷവും തടവ് അനുഭവിക്കണമെന്ന് മ്യാൻമർ കോടതി വിധിയിൽ പറയുന്നു. സൈനിക ആസ്ഥാനത്തെ പ്രത്യേക കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കിയിരുന്നു. ഓങ് സാൻ സ്യൂചിയുടെ അഭിഭാഷകർക്കും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ വീട്ടുതടങ്കലിലാണ് ഓങ് സാൻ സ്യൂചി. എന്നാൽ എന്ന് സൂചിയെ ജയിലിലേക്ക് മാറ്റുമെന്നതിൽ വ്യക്തത വന്നിട്ടില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി നിർണായക ആയുധ കരാറിൽ ഒപ്പുവെച്ച് ഇരു രാജ്യങ്ങളും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ പുതിയ അധ്യായത്തിന് തുടക്കമാകുമെന്നാണ് പ്രതീക്ഷ. ചൈന ഉയർത്തുന്ന ഭീഷണികൾ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. നിരവധി സുപ്രധാന കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ഇന്ത്യയിൽ ഒമിക്രോൺ കേസുകൾ വർദ്ധിക്കുന്നു. ഡൽഹി LNJP ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 6 പേരുടെയും വിദേശത്ത് നിന്ന് തെലങ്കാനയിലെത്തി കോവിഡ് സ്ഥിരീകരിച്ച 12 പേരുടെയും ജനിതക ശ്രേണീകരണ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. മഹാരാഷ്ട്ര, ഡൽഹി, ഗുജറാത്ത്, രാജസ്ഥാൻ, കർണാടക എന്നിവിടങ്ങളിലായി 21 കേസുകളാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. ആർക്കും കാര്യമായ രോഗലക്ഷണങ്ങളില്ല. ഏറ്റവും കൂടുതൽ കേസുകൾ സ്ഥിരീകരിച്ച ജയ്പൂർ അതീവ ജാഗ്രതയിലാണ്. സംസ്ഥാനങ്ങളുടെ സാഹചര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിക്കുകയാണ്. കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസും കുട്ടികൾക്കുള്ള വാക്സിനേഷൻ സംബന്ധിച്ച കൂടിയാലോചനകൾക്കായി നാഷണൽ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ഇമ്മ്യൂണൈസേഷന്റെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ സംപ്രേഷണത്തിലേക്ക്.
അല്ല, ആശുപത്രി സൂപ്രണ്ട് പറയുന്ന പൊളിറ്റിക്കൽ കമൻസിനോട് പ്രതികരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ഏത് സർക്കാർ ആശുപത്രി അവിടെ എങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് മനസ്സിലാക്കേണ്ട, പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അത് നിർവഹിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായി സന്ദർശിക്കുന്ന ആശുപത്രി അല്ല അട്ടപ്പാടിയിലെ ട്രൈബൽ ഹോസ്പിറ്റൽ. ഞാൻ ഇതിനു മുൻപും ഈ 6 മാസ കാലയളവിനുള്ളിൽ ഞാൻ മുമ്പും അട്ടപ്പാടിയിൽ പോയിരുന്നു, അന്നും ആ ആശുപത്രിയിൽ പോയിരുന്നു. മറ്റ് ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ഞാൻ സന്ദർശനം നടത്താറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇനിയും സർക്കാർ ആശുപത്രികളിലെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിനും വിലയിരുത്തുന്നതിനും ജനങ്ങൾക്ക് ഏത് രീതിയിൽ അവിടെ സേവനം ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് ഇനിയും സന്ദർശനങ്ങൾ ഉണ്ടാകും. ഇല്ല, ഇതിൽ അട്ടപ്പാടിയെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ഞാൻ അന്ന് അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഏതാണ്ട് 426 ഗർഭിണികളായിട്ടുള്ളവരാണ് അട്ടപ്പാടി മേഖലയിൽ ഉള്ളത്. അതിൽ 218 പേര് ട്രൈബൽ വിഭാഗത്തിലുള്ളവരാണ്. അതിൽ 191 പേര് ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളവരാണ്. അപ്പോൾ അട്ടപ്പാടിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻ്റർവെൻഷൻ പ്ലാൻ, ഒരു പ്രത്യേക ഇടപെടൽ പദ്ധതി ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നുണ്ട്. അതിൽ ആലോചിക്കുകയല്ല, അതിൻ്റെ അത് യാഥാർത്ഥ്യമാക്കുകയാണ്. ഇപ്പോഴുള്ള ഈ ഹൈ റിസ്ക് കാറ്റഗറീസ് 191 പേരെ ഇൻഡിവിജ്വലായി കേസസ് ആയിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് അതിൽ പരമാവധി കെയർ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഹൈ റിസ്ക് കാറ്റഗറി പെടുന്നവർ BP ഉള്ളവരുണ്ട്, അനീമിക്കാണ് പലരും, അണ്ടർ വെയ്റ്റ് ആണ്, ആവശ്യമുണ്ട് 45 കിലോ ആണ് ഒരു ഗർഭിണിയായിട്ടുള്ള ഒരാൾ ഗർഭം ധരിക്കുമ്പോൾ ഒരു സ്ത്രീ 45 കിലോ വെയിറ്റ് ഉണ്ടാകണം എന്നാണ് മിനിമം. അപ്പോൾ നമ്മൾ അട്ടപ്പാടി പരിശോധിക്കുമ്പോൾ ഒരു ആവറേജ് വെയിറ്റ് അതിൽ കുറവാണ്, 45 കുറവാണ്. അതോടൊപ്പം തന്നെ സിക്കിൾ സെൽ അനീമിയ രോഗമുള്ളവരുണ്ട്. അപ്പോൾ ഈ വിഭാഗങ്ങളിലെല്ലാം ഉള്ളവരാണ് ഈ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്നത്. ഈ 191 പേർക്കും ഇൻഡിവിജ്വലായിട്ടുള്ള പരമാവധി ചികിത്സ നൽകുക. അതോടൊപ്പം തന്നെ ഈ ഇപ്പോഴുള്ള കണക്കാവില്ല, ഇതിൽ പലരും അട്ടപ്പാടി ആദിവാസി ഊരുകളിൽ നിന്ന് UDF സംഘം സന്ദർശനം നടത്തിയിരുന്നതിനു ശേഷം വന്ന പ്രതികരണങ്ങളോട് മറുപടി പറയുകയാണ് ഇപ്പോൾ വീണ ജോർജ് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട്. രാജ്യത്ത് പ്രായപൂർത്തിയായവരിൽ 50%-ലധികം പേർക്ക് സമ്പൂർണ്ണ വാക്സിനേഷൻ നൽകാനായത് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡിനെതിരായ പോരാട്ടം തുടരാൻ ഈ ശക്തി നിലനിർത്തേണ്ടത് മുഖ്യമാണ്. കോവിഡ് നിബന്ധനകളും വീഴ്ച കൂടാതെ പിന്തുടരുന്നത് അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി. വർക്ക് ഫ്രം ഹോമിന് കേന്ദ്ര സർക്കാർ നിയമപരമായ മാർഗരേഖ തയ്യാറാക്കുന്നു. ജീവനക്കാരുടെ തൊഴിൽ സമയം കൃത്യമായി നിശ്ചയിക്കും. ഇന്റർനെറ്റ്, വൈദ്യുതി എന്നിവയ്ക്ക് വരുന്ന ചെലവിന് വ്യവസ്ഥയുണ്ടാകും. കോവിഡാനന്തര സാഹചര്യത്തിൽ വർക്ക് ഫ്രം ഹോം തൊഴിൽ രീതിയായി മാറുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. പോർച്ചുഗലിലെ നിയമനിർമ്മാണം മാതൃകയാക്കിയാണ് മാർഗരേഖ തയ്യാറാക്കുന്നത്. സൺസെറ്റ് TV പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുമെന്ന് ശശി തരൂർ MP. 12 പ്രതിപക്ഷ MPമാരെ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തീരുമാനം. അംഗങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നതുവരെ സൺസെറ്റ് TVയിലെ ടു ദ പോയിന്റ് എന്ന പരിപാടിയുടെ അവതാരകനായി എത്തില്ലെന്ന് ശശി തരൂർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ ദുരഭിമാനക്കൊല. ഗർഭിണിയായിരുന്ന യുവതിയെ അമ്മയും സഹോദരനും ചേർന്ന് കുത്തിക്കൊലപ്പെടുത്തി. വീട്ടുകാരെ എതിർത്ത് പ്രണയവിവാഹം ചെയ്തതാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് കൃത്യത്തിന് ശേഷം അമ്മയും സഹോദരനും വീർഗാവ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി കുറ്റം സമ്മതിച്ചതായും ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും പോലീസ് അറിയിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.